നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും. നീറ്റ് 2024 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി കേരള എൻട്രൻസ് കമ്മീഷൻ തയ്യാറാക്കിയ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് MBBSൻ്റെയും BDSൻ്റെയും ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിനുള്ള പ്രൊവിഷണൽ ലിസ്റ്റ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വന്നവർ ഇനി അവർക്ക് ഏതെങ്കിലും ക്ലെയിമുകൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള നോട്ടിഫിക്കേഷനുണ്ട്. അലോട്ട്മെൻറ്റ് ലിസ്റ്റിനകത്ത് ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് ഒരു ലിസ്റ്റായിട്ട്, ഒരു PDF ലിസ്റ്റായിട്ടാണ് ആദ്യഘട്ട പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിനുശേഷം നാളെ ആഗസ്റ്റ് 29 ഫൈനൽ അലോട്ട്മെൻറ്റ്, ആദ്യഘട്ടത്തിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ആ സമയത്ത് മാത്രമേ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് അലോട്ട്മെൻറ്റിനകത്ത് യു ഹാവ് ആൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമുക്കിതൊരു ലിസ്റ്റായിട്ട് നമ്മളുടെ റാങ്കിനനുസരിച്ച് നമുക്ക് ഏത് കോളേജുകളാണെന്ന് കാണാം. അതിനനുസരിച്ച് ഓരോ കോളേജുകളിലും MBBSൻ്റെയും BDSൻ്റെയും കാറ്റഗറി തിരിച്ചുള്ള ലാസ്റ്റ് റാങ്കും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആദ്യം നോട്ടിഫിക്കേഷനിലൂടെ ഒന്ന് കണ്ണോടിക്കാം. കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെയും 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെയും അതുപോലെ 6 ഗവൺമെൻറ് ദന്തൽ കോളേജിൻ്റെയും 20 BDSൻ്റെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെയും അലോട്ട്മെൻറ്റാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആഗസ്റ്റ് 21 മുതൽ 26 രാത്രി വരെ കുട്ടികൾ നൽകിയ ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് ഈ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് സംബന്ധിച്ച് സാധുവായ പരാതികളുണ്ടെങ്കിൽ cek.info.cee@kerala.gov.in എന്ന ഇമെയിൽ ID നമുക്ക് അറിയിക്കാവുന്നതാണ്. 28 അതായത് ഇന്ന് 3 മണിക്കുള്ളിൽ നമ്മൾ ഇമെയിൽ ചെയ്യേണ്ടതാണ്. സാധാരണ നമ്മളുടെ കാറ്റഗറി, അതായത് ഇപ്പം BH ആവാം, ഈഴവയായിരിക്കാം, അല്ലെങ്കിൽ മുസ്ലിം കാറ്റഗറിയൊക്കെ ആയിരിക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന അലോട്ട്മെൻറ്റ് ആ കാറ്റഗറിയിൽ അല്ല എന്നുണ്ടെങ്കിൽ അതിന് പരാതി അയക്കേണ്ടതായിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്ന കോളേജുകളിൽ, നമ്മൾ ഓപ്ഷൻ കൊടുത്ത കോളേജുകളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കോളേജിൻ്റെ തൊട്ട് മുകളിലുള്ള കോളേജിൽ നമുക്ക് ആ കാറ്റഗറിയിൽ തരാനില്ലാത്തത് കൊണ്ടാണ് ഈ കാറ്റഗറിയിൽ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നിരിക്കുന്നത്. അത് അടുത്ത അലോട്ട്മെൻറ്റിൽ വീണ്ടും നമ്മളിപ്പോൾ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അടുത്ത അലോട്ട്മെൻറ്റിൽ നമ്മളെ സ്റ്റേറ്റ് മെറിറ്റിലും റിസർവേഷനിലും ഒക്കെ പരിഗണിച്ചോളും. ധാരാളം കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം, ഞാൻ BH കാറ്റഗറിയിലാണ്, അല്ലെ SC കാറ്റഗറിയിലാണ്, ഈഴവ കാറ്റഗറിയിലാണ്, പക്ഷേ എനിക്ക് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിലാണ്, ഞാൻ ഇമെയിൽ ചെയ്യണോ, കംപ്ലയിൻറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ കൊടുത്ത ലിസ്റ്റ് പരിശോധിക്കുക. ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജിനേക്കാളും തൊട്ട് മുമ്പുള്ള കോളേജ് വരെ അവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിലോ നിങ്ങളുടെ റിസർവേഷനിലോ തരാനില്ലാത്തത് കൊണ്ടാണ് ഈ കോളേജിൽ നിങ്ങളെ സ്റ്റേറ്റ് മെറിറ്റിൽ പരിഗണിച്ചിരിക്കുന്നത്. ഈ കോളേജിൽ ഇനി സ്റ്റേറ്റ് മെറിറ്റിൽ തരാനില്ലായിരുന്നെങ്കിൽ റിസർവേഷനിലും പരിഗണിക്കുമായിരുന്നു. അതുകൊണ്ട് അതൊരു കംപ്ലയിൻ്റ് അല്ല. പക്ഷേ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടാതിരിക്കുകയും, നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിലോ റിസർവേഷനിലോ ഒരു സീറ്റ് കിട്ടാതിരിക്കുകയും നിങ്ങളെക്കാളും കുറഞ്ഞ റാങ്ക് ഉള്ളവർക്ക് അത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഇമെയിൽ ID നിങ്ങൾക്ക് പരാതികൾ അറിയിക്കാം. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റും കിട്ടാതിരിക്കുകയും നിങ്ങളെക്കാളും കുറഞ്ഞ റാങ്ക് ഉള്ളവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ്. കേരളത്തിലെ ഗവൺമെൻറ് MBBSൻ്റെ ലാസ്റ്റ് റാങ്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 656 കേരള മെഡിക്കൽ റാങ്ക് വരെയും, എറണാകുളം മെഡിക്കൽ കോളേജിൽ 746, കോഴിക്കോട് 215, കൊല്ലം 744, കണ്ണൂർ 738, കോട്ടയം 468, മഞ്ചേരി 743, തൃശ്ശൂർ 527, തിരുവനന്തപുരം 327, അതായത് 217, കോഴിക്കോട് മുതൽ 746 വരെയുള്ള കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ കേരളത്തിലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് MBBS കിട്ടിയ ഈ ഫസ്റ്റ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് കേരള മെഡിക്കൽ റാങ്ക് 746. ഈഴവ കാറ്റഗറിയിൽ എത്തുമ്പോൾ ആലപ്പുഴ 789, എറണാകുളം 859. ഇത് കാറ്റഗറി റാങ്ക് അല്ല, കേരള മെഡിക്കൽ റാങ്കാണ്. 1537 ഇടുക്കി, 490 കോഴിക്കോട്, 1159 കൊല്ലം, കണ്ണൂർ 999, കോട്ടയം 668, മഞ്ചേരി 1016, പാലക്കാട് 1293, കോന്നി പത്തനംതിട്ട 1568, തൃശ്ശൂർ 698, തിരുവനന്തപുരം 550 വരെയുള്ള ഈഴവ കാറ്റഗറി അനുസരിച്ചാണ്
ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് MBBS സീറ്റ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 490 മുതലുള്ള ഈഴവ കാറ്റഗറിക്കും 1537 വരെയുള്ള ഈഴവ റിസർവേഷനുള്ള വ്യക്തികൾക്ക് ആദ്യ അലോട്ട്മെൻറ്റിൽ തന്നെ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിം കാറ്റഗറിയിലോട്ട് എത്തുമ്പോഴേക്കും 687 വരെ ആലപ്പുഴയും 855 എറണാകുളം, 1012 ഇടുക്കി, കോഴിക്കോട് 266, കൊല്ലം 952, കണ്ണൂർ 957, കോട്ടയം 521, മഞ്ചേരി 910, പാലക്കാട് 973, പത്തനംതിട്ട 989, അതുപോലെ തൃശ്ശൂർ 556, തിരുവനന്തപുരം 368 എന്നീ കാറ്റഗറിക്കനുസരിച്ചാണ് മുസ്ലിം നോൺ ക്രിമിലെയർ വിഭാഗത്തിലുള്ളവർക്ക് ഗവൺമെൻറ് MBBS സീറ്റ് ലഭിച്ചിരിക്കുന്നത്. അതിൽ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 266ാമത്തെ കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ള കുട്ടിക്കും ഇടുക്കി മെഡിക്കൽ കോളേജിൽ 1012 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ള കുട്ടികൾക്കും പ്രവേശനം ലഭിച്ചു എന്നുള്ളത്, MU കാറ്റഗറിയിൽ തന്നെ പ്രവേശനം ലഭിച്ചു എന്നുള്ളതും മനസ്സിലാക്കുക. ലാറ്റിൻ കാത്തലിക്സ് എത്തുമ്പോഴേക്കും 2168 വരെ ആലപ്പുഴയും 2219 വരെ എറണാകുളവും 3014 വരെ ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശനം കിട്ടി. കേരളത്തിലെ ലാറ്റിൻ കാത്തലിക്സ് വിഭാഗത്തിൽ 3014 വരെയുള്ള വിഭാഗത്തിന് ആദ്യ അലോട്ട്മെൻറ്റിൽ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടിയെന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കുക. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ 1310 ആലപ്പുഴയും എറണാകുളം 1332, ഇടുക്കി 2082, തൃശ്ശൂർ 994, തിരുവനന്തപുരം 823. അതിൽ നിന്നും BH കാറ്റഗറിയിൽ 2082 വരെയുള്ള കേരള മെഡിക്കൽ റാങ്കിനനുസരിച്ചാണ് ആദ്യഘട്ടത്തിൽ ഗവൺമെൻറ് MBBS സീറ്റ് ലഭിച്ചിരിക്കുന്നത്. ധീവര കാറ്റഗറി എത്തിയപ്പോഴേക്കും 5145 ആലപ്പുഴയും 5549 എറണാകുളവും ഇടുക്കി 6917 വരെയും ലഭിച്ചതിൽ നിന്നും 6917 വരെയുള്ള കാറ്റഗറിക്ക് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ലഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, DV കാറ്റഗറിക്ക് ട്യൂഷൻ ഫീസ് ഇല്ലാത്തതിനാൽ ധാരാളം കുട്ടികൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും സ്വകാര്യ മെഡിക്കൽ കോളേജുകളും ഇടകലർത്തി വെച്ചതുകൊണ്ടാണ് ധീവര കാറ്റഗറി 6917 വരെ ഗവൺമെൻറ് MBBS സീറ്റ് ലഭിച്ചിരിക്കുന്നത്. വിശ്വകർമ്മ സമുദായത്തിലോട്ട് എത്തിയപ്പോഴേക്കും കേരള മെഡിക്കൽ റാങ്ക് 1069 വരെ ആലപ്പുഴയും 1096 എറണാകുളം, 2100 ഇടുക്കി, കോഴിക്കോട് 500, അതുപോലെ തന്നെ കൊല്ലം 1112, പരിയാരം 1367, കോട്ടയം 648 എന്നീ ക്രമത്തിൽ 2100 കേരള മെഡിക്കൽ റാങ്ക് വരെ VK കാറ്റഗറിയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ 2682 വരെയും KN കാറ്റഗറിയിൽ 9880 റാങ്ക് വരെയും KU കാറ്റഗറിയിൽ 14423 കാറ്റഗറി വരെയും ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ 11933 വരെയും ST വിഭാഗത്തിൽ 21600 വരെയും ആദ്യഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ് MBBS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ റിസർവേഷൻ വിഭാഗത്തിൽ DA കാറ്റഗറി, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വിഭാഗം, സ്പോർട്സ് വിഭാഗം, ടീം ഇവൻ്റ്, അതുപോലെ SD കാറ്റഗറി, അതുപോലെ എക്സ് സർവീസ്മെൻ കാറ്റഗറി എന്നിവയുടെ ലാസ്റ്റ് റാങ്ക് ഓരോ കോളേജിലെയും അറിയണമെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി വിഭാഗത്തിൽ അതാത് കോളേജുകളുടെ നമ്മുടെ റിസർവേഷൻ ഏതാണോ അത് നോക്കിയാൽ മനസ്സിലാകും. ഉദാഹരണത്തിന് ആലപ്പുഴയിൽ DA കാറ്റഗറി 15000 വരെയും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 37000 വരെയും സ്പോർട്സ് ടീം ഇനത്തിൽ 4ാമത്തെ കുട്ടിക്കും സർവീസിംഗ് ഡിഫൻസ് കോട്ടയിൽ 1243 വരെയും എക്സ് സർവീസ് വിഭാഗത്തിൽ 707ാമത്തെ കേരള മെഡിക്കൽ റാങ്ക് വരെയും ആലപ്പുഴയിൽ MBBS സീറ്റ് പ്രവേശനം ലഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിലെ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്കിലേക്ക് നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരള മെഡിക്കൽ റാങ്ക് 8287 വരെയുള്ള കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് പ്രവേശനം ലഭിച്ചിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷം 3ാം ഘട്ട അലോട്ട്മെൻറ്റിൽ 9740 വരെയാണ് പോയിരുന്നതെങ്കിൽ ഈ ഘട്ടത്തിൽ ആദ്യ റൗണ്ടിൽ തന്നെ 8287 പോയിട്ടുണ്ടെന്നുള്ളതും ശ്രദ്ധിക്കുക. അല്ലസർ മെഡിക്കൽ കോളേജിൽ 8887 വരെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലും
അമല മെഡിക്കൽ കോളേജിൽ 2430 വരെയും അസിസിയ മെഡിക്കൽ കോളേജിൽ 6522, ബിലീവേഴ്സ് 3064, മൂപ്പൻസ് മെഡിക്കൽ കോളേജ് 8126, MES 3138, ഗോകുലം 3679, ജൂബിലി 2019, KMCT 5090, PK ദാസ് 7176, കരുണ 7707, മലങ്കര ഓർത്തഡോക്സ് 2671, മലബാർ മെഡിക്കൽ കോളേജ് 5630, മൗണ്ട് സിയോൺ 7850, പുഷ്പഗിരി 2895, ശ്രീനാരായണ 7387, സോമർവൽ 4819, SUT 6300, ട്രാവൻകൂർ മെഡിസിറ്റി 4495 എന്നീ ക്രമത്തിലാണ് സ്റ്റേറ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സെൽഫ് ഫിനാൻസിംഗ് MBBS പ്രവേശനം ഉറപ്പാക്കിയവർ. ഈഴവ കാറ്റഗറിയിൽ 8806 റാങ്ക് വരെയും MU കാറ്റഗറിയിൽ നോൺ ക്രിമിനൽ വിഭാഗത്തിൽ 8917 വരെ അല്ലസർ മെഡിക്കൽ കോളേജ്, ലാറ്റിൻ കാത്തലിസിൻ്റെ വിഭാഗത്തിൽ 11540 വരെയുള്ള കുട്ടികൾക്ക്, BH കാറ്റഗറിയിൽ 8445 വരെയുള്ള കുട്ടികൾക്ക്, ധീവര വിഭാഗത്തിൽ 10326 വരെയുള്ള കുട്ടികൾക്ക്, VK വിഭാഗത്തിൽ 10176 വരെയുള്ള കുട്ടികൾ, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ 10790 വരെയും, KN കാറ്റഗറിയിൽ 13395, KU കാറ്റഗറിയിൽ 23279, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ ഫീസ് ഇല്ലാതെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ പഠിക്കാവുന്നതിൽ 15887 റാങ്ക് വരെയും, ST കാറ്റഗറിയിലും ട്യൂഷൻ ഫീസ് ഒഴിവാക്കി നമുക്ക് കേരള സെൽഫ് ഫിനാൻസിംഗ് MBBS സീറ്റ് പ്രവേശനം ലഭിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ 24831 കേരള മെഡിക്കൽ റാങ്ക് വരെയും പ്രവേശനം കിട്ടിയെന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. EWS കാറ്റഗറി അനുസരിച്ച് കേരളത്തിൻ്റെ ഗവൺമെൻറ് വിഭാഗത്തിൽ 3059, 166ാമത്തെ കാറ്റഗറിയുള്ള വിഭാഗത്തിന് വരെ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. EWS കാറ്റഗറി അനുസരിച്ച് മൈനോറിറ്റി കോളേജുകൾ അല്ലാതെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ 8 ലക്ഷം രൂപ ഫീസിൽ പഠിക്കാൻ 14518 വരെ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, 6899 വരെ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ്, 12001 വരെ PK ദാസ് മെഡിക്കൽ കോളേജ്, 10229 വരെ മലബാർ മെഡിക്കൽ കോളേജ്, 13356 വരെ ശ്രീനാരായണ മെഡിക്കൽ കോളേജ്, SUT അക്കാഡമി 9493, അതായത് 13356 വരെ EWS വിഭാഗത്തിൽ 8 ലക്ഷം രൂപ വാർഷിക ഫീസിൽ കേരളത്തിലെ സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചിട്ടുമുണ്ട്. കേരളത്തിലെ 19 മെഡിക്കൽ കോളേജുകളിൽ 7 മെഡിക്കൽ കോളേജുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ മൈനോറിറ്റി സീറ്റ് സംവരണമുണ്ട്. അവിടെ ഓൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ 11585 റാങ്ക് വരെയുള്ളവർക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അനുസരിച്ച് ഓൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നോൺ ക്രിമിനൽ വിഭാഗവും നോൺ ക്രിമിനൽ അല്ലാത്ത വിഭാഗവും MM എന്ന കാറ്റഗറിയിൽ MES, ട്രാവൻകൂർ, KMCT, കരുണ, അല്ലസർ, അസീസിയ പോലുള്ള മെഡിക്കൽ കോളേജുകളിൽ മുസ്ലിം മൈനോറിറ്റി സീറ്റ് അനുസരിച്ച് 10321 കേരള മെഡിക്കൽ റാങ്ക് വരെയും ആദ്യഘട്ടത്തിൽ തന്നെ പ്രവേശനം ലഭിച്ചു. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ ഓൾ ഇന്ത്യ മെറിറ്റ് കേരളത്തിന് പുറത്തുള്ള കുട്ടികളെയും കേരളത്തിലുള്ള കുട്ടികളെയും കൂടെ കൂട്ടി ഒരു റാങ്ക് ലിസ്റ്റ് കേരള എൻട്രൻസ് കമ്മീഷൻ തന്നെ തയ്യാറാക്കുകയും കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ ആദ്യം ഇവരെ ഈ ഓൾ ഇന്ത്യ മെറിറ്റുകാരെയാണ് പരിഗണിക്കുന്നത്. അത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തന്നെ കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റാണ്. അതിൽ കേരളത്തിന് പുറത്തുള്ള കുട്ടികൾക്കും കേരളത്തിലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ 15% സംവരണമുള്ളത് കേരളത്തിലെ കുട്ടികളെ അധികം ബാധിക്കാതിരിക്കാനായി കേരളത്തിലുള്ള കുട്ടികളെയും കൂടെ കൂട്ടിയാണ് ആ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും. അങ്ങനെ ഓൾ ഇന്ത്യ മെറിറ്റിൽ വിവിധ കോളേജുകളിൽ പ്രവേശനം കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്ട് 5545 വരെയും കേരളത്തിലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള കുട്ടികൾക്കും പ്രവേശനം സാധ്യമായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. NRI വിഭാഗം 19 കോളേജുകളിലാണ് NRI സീറ്റുകൾ MBBSന് 20,88,000 രൂപ ഫീസ് ക്രമത്തിൽ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരുന്നത്. അതിൽ കേരളത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ 29,543 വരെ കേരള മെഡിക്കൽ റാങ്കുള്ള കുട്ടിക്ക് ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ NRI സീറ്റ് ലഭ്യമായി എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്ത്യൻ കോളേജുകളിൽ ക്രിസ്ത്യൻ NRI വിഭാഗത്തിന് സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടായിരുന്നു. അത് NC എന്ന കാറ്റഗറിയിലും മുസ്ലിം കോളേജുകളിൽ മുസ്ലിം NRI സീറ്റുകൾക്ക് പ്രത്യേക റിസർവേഷൻ ഉണ്ടായിരുന്ന NM എന്ന കാറ്റഗറിയിലും അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഓരോ കോളേജുകളിലെ NRI സീറ്റുകൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അല്ലസറിൽ 29,543 ആണെങ്കിൽ അമലയിൽ 12,000 വരെയുള്ള റാങ്കിന് ജനറലായിട്ടുള്ള NRIക്കാർക്കും ക്രിസ്ത്യൻ വിഭാഗത്തിന് NRI സീറ്റ് 16,821 വരെയും അസീസിയ മെഡിക്കൽ കോളേജിൽ 24,219 വരെയുള്ള ജനറൽ NRI വിഭാഗത്തിനും, എന്നാൽ മുസ്ലിം വിഭാഗത്തിനായപ്പോഴേക്കും 26,872 വരെയുള്ളവർക്ക് NRI സീറ്റ് ലഭ്യമായി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലിസ്റ്റിലേക്ക് നമുക്ക് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കേരള മെഡിക്കൽ റാങ്ക് അനുസരിച്ച് ഏത് കോളേജാണ് അലോട്ടഡ് ആയെന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഏത് കോളേജാണ് അലോട്ടഡ് ആയെന്നുള്ളത് നാളെ നമ്മുടെ പ്രൊഫൈലിൽ വരുന്നത് വരെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിനകത്ത് നമ്മുടെ റാങ്ക് അല്ലെങ്കിൽ നമ്മുടെ കേരള ആപ്ലിക്കേഷൻ നമ്പർ അനുസരിച്ച് ഏത് കോളേജാണ് പ്രൊവിഷണലായിട്ട് അലോട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത്, അത് ഏത് കാറ്റഗറിക്ക് അനുസരിച്ചാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകും കേരള മെഡിക്കൽ റാങ്ക് 1 ഉള്ള കുട്ടിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്ഷൻ കൊടുത്തിരുന്നു, അദ്ദേഹത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അലോട്ടഡ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എയിംസ് ഡൽഹിയിൽ അദ്ദേഹം പ്രവേശനം നേടിയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ റാങ്കിലുള്ളവരെല്ലാം അവരുടെ ആദ്യ അലോട്ട്മെൻറ്റിൽ കേരളത്തിൽ അഡ്മിഷൻ എടുക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതിൽ ഒരു അപേക്ഷ കൂടിയുണ്ട്. ഈ കേരള മെഡിക്കൽ റാങ്കിൽ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ ഒക്കെ അഡ്മിഷൻ എടുത്തിരിക്കുന്നവർക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴിയും നിങ്ങൾക്ക് ഇതേ കോളേജുകൾ തന്നെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ കേരള അലോട്ട്മെൻറ്റിൽ നിന്ന് മാറി നിന്നിട്ട് ഇതേ കോളേജ് തന്നെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി എടുക്കുന്നതായിരിക്കും കേരളത്തിലെ ഒരു കുട്ടിക്ക് MBBS സീറ്റ് കൂടുതൽ കിട്ടാനായിട്ടുള്ള സാധ്യതയും. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഏതാണ്ട് 100 വരെയുള്ള 39 കുട്ടികളാണ് കേരളത്തിലെ വിവിധ കോളേജുകളിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഈ കേരളത്തിലെ കോളേജുകളാണ് താല്പര്യമെങ്കിൽ എയിംസുകൾക്കും ജിപ്മറിനും AFMCക്കും ഒക്കെ അപ്പുറം കേരളത്തിലെ കോളേജുകൾ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി ഈ കോളേജ് കിട്ടുമെങ്കിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും കേരളത്തിലെ മറ്റു കുട്ടികൾക്ക് ഉപകാരപ്രദം. അലോട്ട്മെൻറ്റുകളുടെ മുന്നോട്ടുള്ള നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റി, സ്റ്റേറ്റ് മെറിറ്റ് MU അല്ലെ സ്റ്റേറ്റ് മെറിറ്റ് ഈഴവ എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിൽ നിന്ന് മനസ്സിലാക്കാം കുട്ടിയുടെ കാറ്റഗറി MU ആയിരിക്കാം, കുട്ടികളുടെ കാറ്റഗറി EZ ആയിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന് അലോട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിലാണ്. അതാണ് SMMU എന്ന് പറഞ്ഞുള്ള അർത്ഥം. രണ്ടാമത് കിടക്കുന്നത് കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറി ഏതാണെന്നും ആദ്യം കിടക്കുന്നത് അലോട്ട് ചെയ്ത കാറ്റഗറിയുമാണ്. അങ്ങനെ നമ്മൾ കാറ്റഗറി വരുമ്പോൾ മറ്റൊരു കാറ്റഗറി മനസ്സിലാകും, FLMU എന്ന് മനസ്സിലാകും. FL എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലോട്ടിംഗ് സീറ്റാണ്. ഓരോ കുട്ടികളുടെയും ഓപ്ഷൻ പരിഗണിച്ച് ബെറ്ററായിട്ടൊരു കോളേജ് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ കിട്ടുമായിരുന്നതാണ്. അങ്ങനെ സ്റ്റേറ്റ് മെറിറ്റിൽ ആ കുട്ടിക്ക് ബെറ്റർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതേ കാറ്റഗറിയിലുള്ള മറ്റൊരാൾക്ക് ഓപ്ഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിത് പ്രത്യേകിച്ച് കാൻഡിഡേറ്റിനെ സംബന്ധിച്ചോളം ഇത് ഫ്ലോട്ടിംഗ് സീറ്റാണോ അങ്ങനെയുള്ളത് നോക്കേണ്ട കാര്യമില്ല. ഇതെങ്ങനെ അലോട്ട് ചെയ്തു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് സീറ്റാണ്. MU കാറ്റഗറിയിൽ തന്നെ മറ്റൊരു കുട്ടിക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ 727 റാങ്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഹയർ ഓപ്ഷൻ കൊടുത്തു, പക്ഷേ അദ്ദേഹത്തിന് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടാനുള്ള അർഹതയുള്ളതുകൊണ്ട് അത് സ്റ്റേറ്റ് മെറിറ്റിലായിട്ടാണ് പരിഗണിച്ചത്. പകരം മറ്റൊരു MU കാറ്റഗറിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തൊട്ടു മുകളിൽ MU എന്നുള്ളതായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഓപ്ഷൻ അനുസരിച്ച് MU കാറ്റഗറിയിൽ തന്നെ കൊടുക്കാനുണ്ടായിരുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഓപ്ഷൻ പരിഗണിച്ച് ഇവിടെ അത് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ആയതുകൊണ്ടാണ് FL എന്ന കാറ്റഗറിയിൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് സ്റ്റേറ്റ് മെറിറ്റിൽ തീർന്ന റാങ്കിൽ നിന്നും ഓരോ കാറ്റഗറിയിലും എത്ര റിസർവേഷൻ ഉണ്ടോ അതനുസരിച്ച് മൊത്തം ഓരോ റിസർവേഷൻ്റെയും എണ്ണം നിജപ്പെടുത്താൻ വേണ്ടിയിട്ട് അതാത് കാറ്റഗറി അനുസരിച്ച് അഡ്മിഷൻ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളുടെ ആദ്യ അലോട്ട്മെൻറ്റിൽ AM എന്ന് കാണാം. അത് ഓൾ ഇന്ത്യ മെറിറ്റ് എന്ന് പറയുന്ന കേരളത്തിലുള്ള കുട്ടികളെയും കൂടെ കൂട്ടിയൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതൊരു ഓട്ടോമാറ്റിക് ജനറേഷൻ തന്നെയാണ്, കേരളയുടെ സൈറ്റിൽ തന്നെ ഓപ്ഷൻ കൊടുക്കുന്നതാണ്. അത് AM എന്ന കാറ്റഗറിയിൽ നമ്മൾ വന്നതുകൊണ്ട് നമുക്ക് ഫീസ് കൂടുതലുണ്ടെന്നോ കുറവുണ്ടെന്നോ ഒന്നും അർത്ഥമില്ല. നമുക്ക് നേരിട്ട് ഒരു സ്റ്റേറ്റ് മെറിറ്റിലെ അലോട്ട്മെൻറ്റ് തന്നെയാണ് ഓൾ ഇന്ത്യ മെറിറ്റ് അലോട്ട്മെൻറ്റും. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ട്യൂഷൻ ഫീസ് ഒഴിവാക്കിയിരിക്കുന്ന വിഭാഗമാണല്ലോ OEC വിഭാഗം, ധീവര വിഭാഗം, രജിസ്ട്രേഡ് ഫിഷർമാൻ വിഭാഗം, SC വിഭാഗം, ST വിഭാഗം എന്നിവ. അവർക്ക് ഇപ്പോൾ നമുക്ക് അവരുടെ കാറ്റഗറി ചിലപ്പം സ്റ്റേറ്റ് മെറിറ്റ് എന്നായിരിക്കാം കിടക്കുന്നത്, ചിലപ്പോൾ റിസർവേഷൻ ആയിരിക്കാം. അവർ ഏത് രീതിയിൽ മൈനോറിറ്റി അല്ലാതെ NRI അല്ലാതെ ഏത് രീതിയിൽ പ്രവേശനം നേടിയെങ്കിലും അവർ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ഉദാഹരണത്തിന് OEC കാറ്റഗറിയുള്ള BH വിഭാഗമാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് എന്നാണ് ഇവിടെ അലോട്ട്മെൻറ്റ് കാണിക്കുന്നതെങ്കിലും താങ്കൾക്ക് ട്യൂഷൻ ഫീസ് ഉണ്ടായിരിക്കുകയില്ല. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ട്യൂഷൻ ഫീസിൻ്റെ അവിടെ 0 എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ധാരാളം കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എനിക്ക് റിസർവേഷൻ ഉണ്ടായിട്ടും എനിക്ക് സ്റ്റേറ്റ് മെറിറ്റിലാണ് എന്നെ പരിഗണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത്
നിങ്ങൾക്ക് തൊട്ട് മുകളിലുള്ള ഓപ്ഷൻ, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിനേക്കാളും തൊട്ട് മുകളിലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിലോ നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ചോ തരാൻ നിർവാഹമില്ലാത്തതിനാണ് ഈ സീറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റ് സ്റ്റേറ്റ് മെറിറ്റിൽ അലോട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാറ്റഗറി പരിഗണിച്ചില്ല എന്നുള്ളതല്ല അർത്ഥം. നിങ്ങൾ കൊടുത്ത മുഴുവൻ ഓപ്ഷനിലും, ഓരോ ഓപ്ഷനിലും സ്റ്റേറ്റ് മെറിറ്റിലും റിസർവേഷൻ കാറ്റഗറിയിലും പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടോ അതിലെല്ലാം പരിഗണിച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. കേരള അലോട്ട്മെൻറ്റ് പ്രകാരം നാളെ ആഗസ്റ്റ് 29-ാം തീയതി നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ വരികയും അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു, കേരള ഡേറ്റ ഷീറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു. രജിസ്ട്രേഷൻ ഫീസിനേക്കാളും ബാക്കി അടയ്ക്കാനുള്ള തുക നിങ്ങൾ എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റ് വഴി അടയ്ക്കുന്നു. കോളേജുകളിൽ നിങ്ങൾ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണം. ഈ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടായിട്ട് നിങ്ങൾ ഈ കേരള അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പോയി ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ തുടർന്നുള്ള 2 അലോട്ട്മെൻറ്റുകളിലും കേരളത്തിൽ പരിഗണിക്കുകയുമില്ല. കേരളത്തിൽ BDSൻ്റെ ദന്തലിൻ്റെ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് നടന്നതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. BDSന് ഗവൺമെൻറ്റിന് 6 മെഡിക്കൽ കോളേജുകളാണ് ഗവൺമെൻറ് മേഖലയിലുള്ളത്. 4053 4053 4053 വരെ കേരള മെഡിക്കൽ റാങ്കുള്ള കുട്ടിക്ക് BDSന് ആദ്യഘട്ടത്തിൽ തന്നെ പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. ഈഴവ കാറ്റഗറിയിൽ 5651, മുസ്ലിം കാറ്റഗറിയിൽ 4333, ലാറ്റിൻ കാത്തലിക്സ് റിസർവേഷനിൽ 11119, ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ 8750, ധീവര വിഭാഗത്തിൽ 14895, വിശ്വകർമ്മ കാറ്റഗറിയിൽ 5174, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ 10478, KN കാറ്റഗറിയിൽ 16881, KU കാറ്റഗറിയിൽ 21379, SC കാറ്റഗറിയിൽ 16808, ST കാറ്റഗറിയിൽ 25982 എന്നീ റിസർവേഷൻ അനുസരിച്ചും EWS കാറ്റഗറിയിൽ 8658 റാങ്ക് വരെയുള്ളവർക്കും ആദ്യഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ് BDS സീറ്റ് പ്രവേശനം ലഭിച്ചു. കേരളത്തിലെ 20 സെൽഫ് ഫിനാൻസിംഗ് ദന്തൽ കോളേജുകളിൽ 3,30,000 രൂപ ഫീസ് ക്രമത്തിനത്തിൽ അന്നൂർ ദന്തൽ കോളേജ് 18,259, ശ്രീ ആഞ്ജനേയ ഇൻസ്റ്റിറ്റ്യൂട്ട് 25,411, അസീസിയ 22,321, സെഞ്ച്വറി 27,404 എന്നീ ക്രമത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് അലോട്ട്മെൻറ്റ് പരിശോധിച്ചാൽ 27,000 വരെ റാങ്കുള്ള കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ BDSന് പ്രവേശനം ലഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നാളെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ വരികയും അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ആഗസ്റ്റ് 30-ാം തീയതി മുതൽ സെപ്റ്റംബർ 5-ാം തീയതി വരെയാണ് കോളേജുകളിൽ ചെന്ന് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് ജോയിൻ ചെയ്യാനുള്ള അവസരം. ഇവിടെ നമ്മുടെ അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കണമെങ്കിൽ വില്ലിങ്നെസ് എന്നുള്ളതല്ല, 2ാം ഘട്ടം തുടങ്ങുന്ന സമയത്ത്, കേരളത്തിൻ്റെ മെഡിക്കൽ 2ാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ചേർന്ന കുട്ടികൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ കിട്ടിയ കോളേജിനേക്കാളും നിങ്ങൾ പോയി ചേർന്ന കോളേജിനേക്കാളും ഹയർ ഓപ്ഷൻ പരിഗണിക്കണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ 2ാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് നിർബന്ധമായും ചെയ്തിരിക്കണം. ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു സീറ്റും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും 2ാം ഘട്ടം കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ നാളെ നിങ്ങൾക്ക് ഒരു സീറ്റ് അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് മേഖലയായിരിക്കാം, സ്വകാര്യ മേഖലയായിരിക്കാം, എഞ്ചിനീയറിംഗ് ആയിരിക്കാം, ഏത് മേഖലയാണെങ്കിലും ഈ ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു സീറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും കോളേജുകളിൽ ചെന്ന് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ചേർന്ന് അഡ്മിഷൻ എടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കേരള മെഡിക്കലിൻ്റെയും കേരള എഞ്ചിനീയറിംഗിൻ്റെയും ഒന്നും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല. അലോട്ട്മെൻറ്റ് എടുക്കുന്നതിനായി നാളെ മുതൽ നിങ്ങൾക്ക് കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം മെഡിക്കലിന് 5,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് അടച്ചിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് MBBS സീറ്റ് പ്രവേശനം ലഭിച്ചിരിക്കുന്നവർ ബാക്കിയുള്ള 18,500 രൂപ കാർഡ് ഉപയോഗിച്ചോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ എൻട്രൻസ് കമ്മീഷണർക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കാവുന്ന ചെല്ലാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ആ ചെല്ലാൻ ഉപയോഗിച്ച് ക്യാഷുമായി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് ചെന്ന് പേയ്മെൻറ്റ് അടച്ചും നിങ്ങളുടെ ഫീസ് ഉറപ്പാക്കാം. ഫീസ് അടച്ചത് ഉറപ്പാക്കാൻ സാധിക്കും. അതിനുശേഷം ഫീസ് അടച്ച റെസിപ്റ്റും അലോട്ട്മെൻറ്റ് മെമ്മോയും ഡേറ്റ ഷീറ്റും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ടാണ് സെപ്റ്റംബർ 5-ാം തീയതിക്കുള്ളിൽ കോളേജിൽ അഡ്മിഷൻ ഉറപ്പാക്കേണ്ടത്. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചതെങ്കിൽ
നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസായിട്ടുള്ള 5,000 ശേഷം 95,000 രൂപ 95,000 ആണ് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് നാളെ മുതൽ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ അടയ്ക്കേണ്ടത്. അല്ലെങ്കിൽ കുട്ടിയുടെ പേരിലുള്ള ഇ ചെല്ലാൻ ഉപയോഗിച്ച് ക്യാഷായിട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയും അടയ്ക്കാനുള്ള സൗകര്യമുണ്ടാവും. ബാക്കിയുള്ള തുക അതാത് കോളേജുകളുടെ വെബ്സൈറ്റ് നോക്കി അതാത് കോളേജിൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് RTGS അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തോ അടയ്ക്കാവുന്നതാണ്. നിങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റാണ് എടുക്കുന്നതെങ്കിൽ DDയുടെ അഡ്രസ്സ് അതാത് കോളേജുകളുടെ വെബ്സൈറ്റിലുണ്ടാകും. ആ DD അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അടച്ച ചെല്ലാൻ അല്ലെങ്കിൽ ഓൺലൈൻ വഴി അടച്ച പേയ്മെൻറ്റ് റെസിപ്റ്റ് ബാക്കി എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി സെപ്റ്റംബർ 5-ാം തീയതിക്കുള്ളിൽ ഏത് കോളേജുകളിലാണോ പ്രവേശനം ലഭിച്ചത് ആ കോളേജിൽ നേരിട്ട് ചെന്ന് പ്രവേശനം ഉറപ്പാക്കണം. കേരളത്തിലെ NRI സീറ്റിനാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നതെങ്കിൽ എൻട്രൻസ് കമ്മീഷർക്ക് അടയ്ക്കേണ്ട തുക 5 ലക്ഷം രൂപയും കോളേജിൽ ബാക്കി തുക 5-ാം തീയതിക്കുള്ളിൽ അടയ്ക്കണം. ഫീസ് അടയ്ക്കേണ്ടാത്ത വിഭാഗം ബാക്ക്വേർഡ് ഹിന്ദു, OEC വിഭാഗം, രജിസ്ട്രേഡ് ഫിഷർമാൻ, SC ST, ധീവര വിഭാഗങ്ങളാണ്. നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് ഒഴിവാക്കിയിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണുന്ന തുക 0 ആണെങ്കിൽ നിങ്ങൾ ട്യൂഷൻ ഫീസ് ഇനത്തിൽ 1 രൂപയും അടയ്ക്കേണ്ടതായിട്ടില്ല. എന്നാൽ ആ കോളേജിൻ്റെ ഫീസ് ഇനത്തിൽ അഡീഷണൽ ഫീസ് ഇനത്തിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ പറയുന്ന തുക ക്യാഷായിട്ടോ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ആ കോളേജിൽ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ പ്രത്യേകിച്ച് യാതൊരു തുകയും ഈ വിഭാഗത്തിന് അടയ്ക്കാൻ ഉണ്ടായിരിക്കുകയില്ല. കേരളത്തിലെ ഗവൺമെൻറ് BDS ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് BDS ആണെങ്കിലും ഇതേ ക്രമത്തിൽ എൻട്രൻസ് കമ്മീഷർക്ക് അടയ്ക്കേണ്ട തുക ഓൺലൈനായിട്ടോ തിരഞ്ഞെടുത്ത ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി അടയ്ക്കാം. ബാക്കിയുള്ള തുക കോളേജുകളിലാണ് അടയ്ക്കേണ്ടത്. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും കുട്ടിയും നേരിട്ട് സെപ്റ്റംബർ 5-ാം തീയതിക്കുള്ളിൽ കോളേജുകളിൽ പ്രവേശനം നേടിയെങ്കിൽ മാത്രമേ നിങ്ങൾ കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ തുടരുകയുള്ളൂ. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ഏത് അലോട്ട്മെൻ്റ് ആണെങ്കിലും MBBS ആണെങ്കിലും BDS ആണെങ്കിലും ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും 5-ാം തീയതിക്കുള്ളിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് കോളേജുകളിൽ പ്രവേശനം നേടിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ 2-ാം ഘട്ടത്തിൽ നിന്നും 3-ാം ഘട്ടത്തിൽ നിന്നും നിങ്ങൾ ഒഴിവാകുന്നതായിരിക്കും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.